നമസ്കാരം, ഇത് IBN മലയാളം. ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ മാത്രമല്ല ക്രൈസ്തവരെയും വേട്ടയാടുകയാണ്. ബംഗ്ലാദേശിൽ ഏതാണ്ട് 5 ലക്ഷത്തോളമാണ് ക്രൈസ്തവ ജനസംഖ്യ. ഇത് ആ രാജ്യത്തെ ആകെ ജനസംഖ്യയുടെ 0.3% മാത്രമാണ്. അവിടെ ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങൾ മുൻ വർഷത്തേതിൻ്റെ തുടർച്ചയാണെന്ന് തന്നെ പറയേണ്ടി വരും. 2001 ജൂൺ മാസം 1-ാം തീയതി ബംഗ്ലാദേശിലെ കത്തോലിക്ക പള്ളിയിൽ കുർബാനയ്ക്കിടെയുണ്ടായ ബോംബാക്രമണത്തിൽ 9 പേരാണ് കൊല്ലപ്പെട്ടത്. ഹിന്ദു, ബുദ്ധ, ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ പോലും അവകാശമില്ലെന്ന തരത്തിലുള്ള ആക്രമണങ്ങളാണ് 90% മുസ്ലിം ജനസംഖ്യയുള്ള ബംഗ്ലാദേശിൽ നടക്കുന്നത്. ശ്രീകൃഷ്ണ ധർമ്മപ്രചാരകരായ ഇസ്കോണിൻ്റെ മുഖ്യപുരോഹിതൻ ചിന്മയ് കൃഷ്ണദാസിൻ്റെയും മറ്റ് പുരോഹിതരുടെയും അറസ്റ്റും ഒപ്പം ഹിന്ദുക്കൾക്കും ക്ഷേത്രങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾക്കും പുറമെ രാജ്യത്തെ ക്രൈസ്തവരും വ്യാപക പീഡനങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഷെയ്ഖ് ഹസീനയുടെ പലായനത്തിന് കാരണമായ കലാപങ്ങൾക്ക് ശേഷം കൊലപാതകം, പീഡനം, തട്ടിക്കൊണ്ടുപോകൽ എന്നിവയുൾപ്പെടെ രാജ്യത്തെ 64 ജില്ലകളിലും ന്യൂനപക്ഷങ്ങൾക്കെതിരായി 2010-ലധികം ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ബംഗ്ലാദേശ് ഹിന്ദു, ബുദ്ധിസ്റ്റ്, ക്രിസ്ത്യൻ യൂണിറ്റി കൗൺസിലിൻ്റെ ആക്ടിംഗ് ജനറൽ സെക്രട്ടറിയായ മനീന്ദ്രകുമാർനാഥാണ് ഇങ്ങനെ പറഞ്ഞത്. 5 ലക്ഷത്തിനടുത്താണ് ബംഗ്ലാദേശിലെ ക്രൈസ്തവ ജനസംഖ്യ. ഇത് രാജ്യത്തെ ആകെ ജനസംഖ്യയുടെ 0.3% മാത്രമാണ്. ഇപ്പോഴത്തെ ആക്രമണങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായതിൻ്റെ തുടർച്ചയാണെന്ന് പറയാം. 2001 ജൂൺ 3-ന് ബനിയാർകോറിലെ കത്തോലിക്ക പള്ളിയിൽ കുർബാനയ്ക്കിടെയുണ്ടായ ബോംബാക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടിരുന്നു. 2015 ഇറ്റലിക്കാരനായ പുരോഹിതൻ നിസാർ ടവല്ലയ്ക്കും പരോലരി പിയോറയ്ക്കും 2016 സുനിൽ ഗോമസ് എന്ന ക്രിസ്ത്യൻ വ്യവസായിക്കും വെട്ടേറ്റു. 2016 ജൂലൈ 1-ന് ഇസ്ലാമിക തീവ്രവാദികൾ 20 ക്രൈസ്തവരെ ബന്ദികളാക്കി കൂട്ടക്കൊല ചെയ്തു. ബംഗ്ലാദേശ് ഭരണഘടനയുടെ 41(1)(a) പ്രകാരം ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശങ്ങൾ ഉണ്ടെങ്കിലും ന്യൂനപക്ഷങ്ങൾ മതപരമായ കാര്യങ്ങൾ പരസ്യമായി ചെയ്യുന്നത് പലപ്പോഴും മുസ്ലിങ്ങളുടെ ആക്രമണത്തിലാണ് കലാശിക്കാറുള്ളത്. ക്രൈസ്തവ കുടുംബങ്ങൾ ഒത്തുകൂടുന്നതും ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണ് വർഷങ്ങളായി ഉള്ളത്. ക്രൈസ്തവ ആഘോഷങ്ങളിലേക്ക് തീവ്ര ഇസ്ലാമിക ആൾക്കൂട്ടങ്ങൾ സംഘടിച്ചെത്തി തടസ്സപ്പെടുത്തുന്നതും പതിവാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 28(1) പ്രകാരം വിവേചനരാഹിത്യവും 29 പ്രകാരം തുല്യതയോടുകൂടിയതുമായ സമൂഹത്തെ ആ രാജ്യം വിഭാവനം ചെയ്യുമ്പോഴും നിയമവാഴ്ചയെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള സമീപനമാണ് ഉണ്ടാകുന്നത്. തൊഴിലിടങ്ങളിലും പാർപ്പിടങ്ങളിലും മറ്റും ന്യൂനപക്ഷങ്ങൾ വിവേചനം നേരിടുന്നു. ഇതിൻ്റെ ഫലമായി ക്രിസ്ത്യാനികൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾ തെരുവ് വൃത്തിയാക്കൽ പോലെയുള്ള ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ടതും വേതനം കുറഞ്ഞതുമായ ജോലികൾ ചെയ്യാൻ നിർബന്ധിതരാവുന്നു. പാഠപുസ്തകങ്ങളിൽ ഇസ്ലാമികമായവ പഠിക്കാൻ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിദ്യാർത്ഥികളും നിർബന്ധിതരാകുന്നു. ക്രിസ്തുമത വിശ്വാസികളായ വിദ്യാർത്ഥികൾക്ക് റിക്ഷകളിലും ബസ്സുകളിലും യാത്ര നിഷേധിക്കുന്നതും പരിഹസിക്കുന്നതും സ്കൂൾ കൂട്ടായ്മകളിൽ നിന്ന് പുറത്താക്കുന്നതും നിത്യ സംഭവങ്ങളാണ്. ഭാരതത്തിൽ ഹിന്ദു സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ദളിത് സ്നേഹം പുറത്തെടുക്കുന്ന ജമാഅത്തെ പോലെയുള്ള ഇസ്ലാമിക ഭീകര സംഘടനകൾ ബംഗ്ലാദേശിലെ ഹിന്ദു ക്രൈസ്തവ വിഭാഗങ്ങളിലെ ദളിത് വിഭാഗങ്ങളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയാണ്. ഭീഷണിപ്പെടുത്തി മതം മാറ്റുന്നതിന് ശ്രമിക്കുകയും ചെയ്യുന്നു. 2023 ഏപ്രിൽ 6-ന് ചിറ്റഗോങ്ങിലെ വെടിവെപ്പിൽ ഗോത്രവർഗത്തിൽപ്പെട്ട 8 ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടിരുന്നു. 2023 ഫെബ്രുവരിയിൽ 1000-ലധികം ക്രൈസ്തവ വിശ്വാസികളെ വീടുകളിൽ നിന്ന് പുറത്താക്കുകയും ദക്ഷിണ ധാക്കയിലെ ധോൽപൂരിൽ 2 പള്ളികൾ നശിപ്പിക്കുകയും ചെയ്തു. ഏപ്രിലിൽ 3 ക്രൈസ്തവ ദേവാലയങ്ങൾ കൂടി ആക്രമിക്കപ്പെട്ടു. രോഹിംഗ്യൻ അഭയാർത്ഥികൾ എന്ന പേരിൽ ഒന്നിച്ച് ബംഗ്ലാദേശിലെത്തിയ സംഘത്തിലെ മുസ്ലിങ്ങൾ തങ്ങൾക്കൊപ്പം വന്ന രോഹിംഗ്യൻ ക്രൈസ്തവരെയും ബംഗ്ലാദേശ് ക്രൈസ്തവരെയും ഒരുപോലെ ആക്രമിക്കാൻ തുടങ്ങിയതാണ് വിചിത്ര സത്യം. 1971 വിമോചന യുദ്ധത്തിന് മുമ്പ് തന്നെ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഭീകരവാദ സംഘടനകൾ ബംഗ്ലാദേശിൽ പിടിമുറുക്കിയിരുന്നു. 2020 മുതൽ അൽ-ഖ്വയ്ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് രാജ്യത്തെ തീവ്രവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി. രാജ്യത്ത് ശരിയായ നിയമങ്ങൾ കൊണ്ടുവരിക എന്നതായിരുന്നു ലക്ഷ്യം. ഇതിനായി യുവജനങ്ങളെ ആകർഷിക്കാനാണ് ഇവർ ശ്രമിച്ചത്. 2014
ISIS തങ്ങളുടെ സന്ദേശം പ്രചരിപ്പിക്കാൻ സമൂഹ മാധ്യമ പ്രചരണം നടത്തുകയും 2 വർഷത്തിനിടയിൽ 40ഓളം പേരെ ഭീകര പ്രവർത്തനങ്ങൾക്കായി രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ജമാഅത്തിനും ISISനും പുറമെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളിൽ ഒന്നാണ് ഹർക്കത്തുൽ ജിഹാദ്. 1992 ഷെയ്ഖ് അബ്ദുൽ സലാമിന്റെ നേതൃത്വത്തിൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാനൊപ്പം യുദ്ധം ചെയ്യാൻ പോയവരാണ് ഈ സംഘടന രൂപീകരിച്ചത്. ഇതിന് ധനസഹായം നൽകിയിരുന്നത് അൽ ഖ്വയ്ദ തലവൻ ഒസാമ ബിൻ ലാദനായിരുന്നു. സൗദിയിലും പാകിസ്ഥാനിലും മതവിദ്യാഭ്യാസം നേടിയെത്തിയ മൗലാന അബ്ദുറഹ്മാൻ 1989 സ്ഥാപിച്ച ജമാഅത്ത് ഉൽ മുജാഹിദീൻ ബംഗ്ലാദേശും പ്രൊഫസർ മൊഹിയുദ്ദീൻ അഹമ്മദ് 2009 സ്ഥാപിച്ച ഹിസ്ബുത്ത് തഹ്രീറും രാജ്യത്തെ തീവ്രവാദവൽക്കരിക്കുന്നതിനും ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നതിലും മുഖ്യ പങ്ക് വഹിക്കുന്നു. ഇതിന് രാഷ്ട്രീയ പിന്തുണ നൽകുന്നത് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി അഥവാ BNP ആണ്. അവാമി ലീഗ് പൂർണ്ണമായി ഇതിൽ നിന്ന് മോചിതമല്ല. ഭാരതത്തിലെ RSSും BJPയും മറ്റ് ഹിന്ദു സംഘടനകളും ഒഴികെയുള്ള സംഘടനകളുടെ ഈ വിഷയത്തിലെ മൗനമാണ് ഖേദകരം. കോടതി വിധിയെ തുടർന്ന് ഉത്തർപ്രദേശിലെ സംബൽ മുസ്ലിം പള്ളിയിൽ സർവേ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിൽ ഇടപെടാൻ ആവേശം കാണിക്കുന്ന രാഹുലും പ്രിയങ്കയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും തങ്ങളുടെ മൗനത്തിലൂടെ കേരളത്തിലെയും മറ്റിടങ്ങളിലെയും ഹിന്ദു ക്രിസ്ത്യൻ സമുദായങ്ങളെ ചതിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ഏവരും ഒറ്റക്കെട്ടായി നിന്ന് പോരാടേണ്ട സമയമാണിത്. ന്യൂസ് ഡെസ്ക് IBN മലയാളം.